നമസ്കാരം. ബിഗ് ഡയലോഗിലേക്ക് സ്വാഗതം. പാർട്ടി പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞവർ പാർട്ടിക്കകത്തെ സമവാക്യങ്ങൾ മാറ്റുന്ന അപൂർവതയാണ് CPM-ൽ ഇപ്പോൾ കാണുന്നത്. ജി സുധാകരനും ടി.കെ. ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും പാർട്ടി വിട്ടപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. മൂവരെ ചാരി ഒരു വിഭാഗം നേതാക്കൾ തലപ്പത്തിരിക്കുന്നവരെ തല്ലുന്നു. ഒടുവിൽ വന്നത് അച്ചടക്കത്തിന്റെ വേലി ഒരിക്കലും കടക്കാത്ത MV ജയരാജനാണെന്ന പ്രത്യേകതയുമുണ്ട്. തള്ളി തള്ളി തളരുകയാണ് MV ഗോവിന്ദൻ. തള്ളപ്പെടുന്നവരിൽ MA ബേബി മുതൽ MV ജയരാജൻ വരെയായി. ഇനി ആരെല്ലാം? ഓഗസ്റ്റിലെ വിശാല സംസ്ഥാന സമിതിയിലേക്കുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടുകയാണോ ഇരുപക്ഷവും? ഈ വിഷയമാണ് ബിഗ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. വർഗവഞ്ചകൻ തിരിഞ്ഞു കൊത്തിയോ? പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന ടി.കെ. ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്നവർ ഉൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ആ നേതൃത്വത്തിലിരുന്ന് ആ പാർട്ടിക്കെതിരായി, സ്വന്തം പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗോവിന്ദൻ. അത് നശിക്കട്ടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജില്ലയായ കണ്ണൂരിൽ 5 സീറ്റ് UDF ജയിച്ചിരിക്കുന്നു. അയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല, ഒരു വിഷമവുമില്ല, നാണമില്ല അയാൾക്ക് ആ സീറ്റിലിരിക്കാൻ. ഗോവിന്ദനോട് കാര്യം മനസ്സിലാക്കണം, വായടക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒറ്റ സീറ്റിലേക്ക് ഈ പാർട്ടിയെ കേരളത്തിൽ എത്തിച്ച ഈ ഗോവിന്ദന് നാണമില്ല സംസാരിക്കാൻ. ആ സ്ഥാനം രാജിവെച്ച് കൊടുക്കണം. നിങ്ങൾ എന്തിനാണ് ഇതിൻ്റെ മേലിൽ ഞാൻ കടക്കരുവിനെ പോലെ തൂങ്ങിക്കിടക്കുന്നത്? വർഗവഞ്ചകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഗോവിന്ദൻ അറിയില്ല. തെറ്റുപറ്റിയാൽ ആര് തിരുത്തിയാലും നല്ലതാണ്. തിരുത്താത്തവർ ചരിത്രത്തിൻ്റെ തവിട്ടുകൂട്ടില്ല. വ്യക്തിയായാലും പാർട്ടിയായാലും ഭാരവാഹിയായാലും. പിണറായിക്ക് പവറിനൊന്നും ഒരു കുറവില്ല. കേരളത്തിലെ മോസ്റ്റ് പവർഫുള്ളായ രാഷ്ട്രീയ നേതാവായി പലരും തൂവില്ല. കൂടെയുള്ളവരെ ചുമക്കേണ്ട ബാധ്യതയാണ് ഇപ്പോൾ പിണറായിക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടത് സഹയാത്രികൻ M. ജയചന്ദ്രൻ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, ഇടത് നിരീക്ഷകൻ NV ബാലകൃഷ്ണൻ എന്നിവർ ബിഗ് ഡയലോഗിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ NV ബാലകൃഷ്ണൻ. ഈ മൂവരെ ചൊല്ലി ഒരു പുതിയ പടപ്പുറപ്പാട് നടക്കുകയാണ് ഈ പാർട്ടിക്കകത്ത്. ഇതൊരു അസാധാരണ സാഹചര്യമല്ലേ? സാധാരണ ഇപ്പോൾ ഇന്ന് MV രാഘവനും അതുപോലെ തന്നെ ഈ ഗൗരിയമ്മയും ഒക്കെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ കാലമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമുണ്ട്. അതൊക്കെ വലിയൊരു ഏറ്റുമുട്ടൽ ഘട്ടത്തിന് ശേഷമായിരുന്നു. പിന്നീട് അവരുടെ തിരിച്ചുവരവും അതിനകത്ത് പാർട്ടി അയയുന്നതുമെല്ലാം. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആ ചൂടാറുകയാണ്. തെറ്റുതിരുത്തിയാൽ വരട്ടെ എന്ന അയഞ്ഞ നിലപാടെടുക്കുന്നു. ഇതൊക്കെ ഈ 3 പേരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല എന്ന് വ്യക്തമല്ലേ? CPM-നകത്ത് ഈ 3 പേരെ ചൊല്ലി നടക്കുന്ന എന്ത് നീക്കങ്ങളാണ് താങ്കളുടെ നിരീക്ഷണത്തിലുള്ളത്? താങ്കൾ ഈ പറഞ്ഞ 3 പേരും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവാദത്തിന്റെ പ്രതീകങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവരെക്കുറിച്ചല്ല ചർച്ച നടക്കുന്നത്, അല്ലെങ്കിൽ അവരെ പ്രതീകങ്ങളാക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി അതിഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും ആ പാർട്ടിക്ക് ഒരു തിരിച്ചു വരവ് സാധ്യമല്ലാത്ത വിധത്തിൽ അതിൻ്റെ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾ അങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയുന്നില്ല എന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഒന്നൊരൊറ്റ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കഴിയാവുന്നത്ര യോജിച്ച് നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. 26 സീറ്റാണ് CPM-നുള്ളത്, 8 സീറ്റ് CPI-ക്ക് ഉണ്ട്. മറ്റു രാഷ്ട്രീയ പാർട്ടി അവരുടെ മുന്നണിയിൽ മറ്റാർക്കും സീറ്റുകളൊന്നുമില്ല. അപ്പൊ ഈ 2 ഘടകകക്ഷികൾ ഒന്നിച്ചു നിന്ന് UDF-നെതിരായിട്ടുള്ള വലിയ സമരം നടത്തേണ്ട ഒരു സമയത്ത് ആ യോജിപ്പിന് അള്ളുവെക്കുന്ന രൂപത്തിലുള്ള ചർച്ചകൾ CPM ആരംഭിക്കും നമ്മൾ കാണുകയാണ്.
ഈ എന്താണ് പ്രതിപക്ഷ ഉപനേതാവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറഞ്ഞൊരു വലിയ കാര്യമൊന്നുമല്ലല്ലോ, അതിന്റെ മുകളിലൊരു ചർച്ച ഇതുപോലെ നടത്തിക്കൊണ്ടുവരേണ്ട, CPM ആയിട്ടൊന്ന് ഏറ്റുപിടിക്കേണ്ട ഒരു ഇങ്ങനെ ഏറ്റുമുട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് സുനീർ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ ഒന്ന് പറയാനുള്ള അവസരം CPM കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതാണ്, അതായത് പ്രശ്നങ്ങൾ അതൊരു രാഷ്ട്രീയ കരുനീക്കമാണെങ്കിലോ, അതായത് സർക്കാരിനെ നേരിടാൻ ശക്തനായ പ്രതിപക്ഷ നേതാവായി പിണറായി വരുന്നു, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഒരുപക്ഷെ നാളത്തെ സെക്രട്ടേറിയറ്റ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കൂടുതൽ സമരങ്ങൾ നിശ്ചയിച്ചേക്കാം. തുടർച്ചയായി വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് നീക്കം നടത്തുന്നു അതിനെ പ്രതിരോധിക്കാൻ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കാം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ. ഇതൊക്കെ ഒരു വശത്ത്. അപ്പോൾ സർക്കാരിനെ നേരിടുന്ന പ്രതിപക്ഷ നേതാവ്, മറുവശത്ത് CPI-യുമായി ഏറ്റുമുട്ടുന്ന പാർട്ടി നേതൃത്വം, അത് MV ഗോവിന്ദനും പിണറായിയും തന്നെ. അങ്ങനെ രണ്ട് പോർമുഖങ്ങൾ തുറന്നുകൊണ്ട് കരുത്ത് കാട്ടുന്നു. അതും തന്ത്രപരമായൊരു നീക്കമായിക്കൂടെ? അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു തമാശയായിട്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കുക, നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമ്മൾ ആലോചിച്ചുകൊണ്ട് പ്രശ്നം വെച്ചാൽ CPM-ന്റെ ഒരു വിശ്വാസ്യതയില്ലായ്മ നിമിത്തം അത്തരം ഒരു പോർമുഖം തുറക്കാനുള്ള ഒരു ശേഷിയും നിയമസഭയ്ക്കകത്ത് ഇതുവരെ പ്രകടിപ്പിക്കാൻ CPM-ന് സാധിച്ചിട്ടില്ല എന്നതല്ലേ വസ്തുത. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ സംഭവങ്ങൾ, ഇപ്പം നമ്മുടെ വന്ന PM ശ്രീയുടെ പ്രശ്നമായിരുന്നാലും ശരി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശേഷിച്ച് CPM-ന് വലിയ സാധ്യതകൾ തുറന്നു നൽകേണ്ടിയിരുന്ന ഒരു സമരമുഖത്ത് അവർ നനഞ്ഞ സ്വന്തം നിലപാടുകൾ സെബിയുമായി ബന്ധപ്പെട്ട നിർണായക കരാറിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേരള സമൂഹത്തോട് വെളിപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുൻപ് VS ഒക്കെ ചെയ്യുന്ന ഒരു രീതി മാത്രമല്ല, VS-ന്റെ ഒരു സമരോർജ്ജത്തോടെയുള്ള സമീപനവും ആ കാര്യത്തിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയൻ എടുക്കുന്നു. അതായത് ഇയാൾ കരാർ ലംഘിച്ചിരിക്കുന്നു, ഇയാൾക്കെതിരെ നിയമ നടപടി എടുക്കണം, ഇവിടുത്തെ ഈ ഓഹരി കൈമാറ്റം അനുവദിക്കില്ല. ഇത്തരം കർക്കശമായ ശബ്ദങ്ങൾ മുൻപ് മുഴങ്ങിയിട്ടുള്ളത്, ഇത്തരം വൻ ശക്തികൾക്ക് വിധേയപ്പെട്ട് നിൽക്കാതെയുള്ള ആർജവത്തോടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് VS ആണ്. ആ ഘട്ടങ്ങളിലെല്ലാം പിണറായിയുടെ സമീപനം കുറച്ച് അയഞ്ഞതായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ള ചൂടുമാറ്റവും കാണുന്നു ശ്രീ NV. അല്ല, ഞാൻ ഈ കാര്യത്തിൽ ഇത്രയേ കാണുന്നുള്ളൂ. ഞാൻ ഒരു വലിയ സാധ്യത തങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുമ്പോൾ അത് ഉപയോഗിക്കാൻ ശേഷി, തങ്ങളുടെ പൂർവ്വകാല ചെയ്തികൾ, പണ്ട് ചെയ്തു പോയിട്ടുള്ള അപരാധങ്ങൾ, ആ അപരാധത്തിന്റെ ഭാഗമായി ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമായി കേരള നിയമസഭയിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഞാൻ കണ്ടത്. ഇനി അതിൽ നിന്ന് മാറിയുള്ള ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയന് പോകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിന് എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്റെ മുമ്പിലില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, ഈ കാര്യങ്ങളിലൊക്കെയുള്ള ഇപ്പൊ വിഴിഞ്ഞത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, അതിപ്പോ ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഒക്കെ വളരെ പ്രധാനം തന്നെയാണ്. അവിടെ ഞാൻ സതീശന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളുടെ നിലപാടുകളെ സാധൂകരിക്കുകയൊന്നുമല്ല. അതിനകത്തൊക്കെ വളരെ ചർച്ചയുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചൊരു ഒരു ജനവികാരം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ CPM വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നമ്മളത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ M ജയചന്ദ്രൻ, MV ജയരാജനെ പോലെ ഒരാൾ എന്ന് വെച്ചാൽ നാളിതുവരെ പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ളയാൾ, വലിയ വിഭാഗീയതയുള്ളപ്പോഴും അതിലെ ചില അപസ്വരങ്ങളായി കണ്ണൂർ പാർട്ടിയിൽ നിന്ന് തന്നെ ചില നേതാക്കന്മാർ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോഴും ഒക്കെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം വിശ്വസ്തനായി കണ്ട് നിർണായക ചുമതലകൾ ഏൽപ്പിച്ച MV ജയരാജൻ ഇന്നലെ അവിടെ നടത്തിയ ഒരു ചാനൽ അഭിമുഖം, ആ ചാനലിന് പ്രത്യേകതയുണ്ട്. അത് CPM-നെ സംബന്ധിച്ച് പല തലവേദനകൾ ഉണ്ടാക്കുന്ന അഭിമുഖങ്ങൾ വന്നിട്ടുള്ള ഒരു മാധ്യമമാണ്. അതൊക്കെ അറിയുന്നയാളാണ് MV ജയരാജൻ. അപ്പോൾ അതിലൊരു അഭിമുഖം കൊടുക്കുന്നു. പാർട്ടി സെക്രട്ടറിയോ റിവ്യൂ റിപ്പോർട്ടിലോ എവിടെയും ഇല്ലാത്ത തരത്തിലുള്ളൊരു പുതിയ സമവായം, പുതിയൊരു തെറ്റുപൊറുക്കൽ, ഒരു തിരിച്ചു വരാനുള്ള ആഹ്വാനം, അതിലേക്കൊക്കെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജൻ അഭിപ്രായ പ്രകടനം നടത്തുന്നു. ഇതൊക്കെ എന്തിന്റെ സൂചന? ശ്രീ വേണുഗോപാലകൃഷ്ണൻ, ഞാൻ അങ്ങനെ അല്ല അതിനെ കാണുന്നത്. വേറൊരു തലത്തിലാണ് ഞാനത് കാണുന്നത്. വേറൊരു തലത്തിൽ കാണുന്നു എന്ന് പറയാൻ കാര്യം, CPM-ന്റെ സംഘടനാ തീരുമാനപ്രകാരം 2018 മുതൽ പാർട്ടി വിട്ടുപോയവർ
പാർട്ടി നടപടിയെടുത്തവർ ഇവർക്കൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരക്കാരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അത് അവരുടെ താല്പര്യം അറിഞ്ഞതിന് ശേഷം അപേക്ഷ വാങ്ങി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏത് ഘടകത്തിലാണോ അവർ ഉണ്ടായിരുന്നത് ആ ഘടകം അവരുടെ നിന്ന് അപേക്ഷ വാങ്ങിച്ച് അതിന്മേൽ തീരുമാനമെടുക്കാം. പക്ഷെ തിരിച്ചെടുക്കുന്നതിന് മുമ്പ് ആ കമ്മിറ്റിയുടെ ഉപരി കമ്മിറ്റി, ഉദാഹരണത്തിന് ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഉണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റിയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കണം. ടി കെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും അപേക്ഷ കൊടുക്കണം. തങ്ങൾ പുറത്താക്കപ്പെട്ടവരാണ് പക്ഷെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ അവർ ജില്ലാ കമ്മിറ്റി കൂടി AK സെന്ററിലേക്ക് അയക്കണം. ശ്രീ എം ജയചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റിയാണ് ഇവരോട് ശരി ഹലോ അല്ല അതൊന്നുമല്ലല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം. ഇവർക്ക് തിരിച്ചു വരാൻ ഇവർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങളും അല്ല നമ്മുടെ ചർച്ചാ വിഷയം, അങ്ങേക്ക് അറിയുന്നത് പോലെ. അല്ല അതെ, ഇതൊക്കെ എനിക്കറിയാമല്ലോ. ഞാൻ മറുപടി പറയുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയണമല്ലോ. താങ്കളുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാനീ പറയുന്നത്. കേൾക്കൂ, ഇവർ രണ്ടുപേരും ഇത്തരത്തിലുള്ള ഒരപേക്ഷയും ഏതെങ്കിലും CPM ബന്ധപ്പെട്ട സമിതികൾക്ക് കൊടുത്തതായി എൻ്റെ എന്നല്ല താങ്കളുടെ അറിവിലുമില്ല, ഈ പാനലിസ്റ്റുകളായിട്ടുള്ള ആദ്യ അറിവുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിലവിൽ ചർച്ച ചെയ്യാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് MV ജയരാജൻ പറഞ്ഞതെന്നുള്ളത് വ്യക്തം. അതെന്തിനാണെന്നുള്ളത് പിന്നെ ആലോചിച്ചാൽ മതി, അതിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നത് എൻ്റെ തെറ്റെന്താണെന്ന് ആദ്യം എന്നോട് പറയേ, എന്നിട്ടല്ലേ ബാക്കി കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ടി കെ ഗോവിന്ദൻ്റെ ഭാഷ വേറെ രൂപത്തിലാണ്. അപ്പോൾ അങ്ങനെ അവർ മറുപടി പറയുന്നുമുണ്ട്. അപ്പോൾ അവർ അപേക്ഷ കൊടുക്കാതെയും CPMൻ്റെ ഒരു ഘടകത്തിലും ഇത് പരിഗണിക്കേണ്ട യാതൊരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പാർട്ടി താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയെ കുഴിയിൽ ചാടിച്ചിട്ടുള്ള ഒരു പ്രാദേശിക ചാനലിന് ഇത്തരത്തിൽ ഒരു അഭിമുഖം കൊടുത്തത് എന്തിനാണ്? അത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. ആ വ്യാഖ്യാന സൗകര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പല ചർച്ചകളിലും കാണുകയും ചെയ്യുന്നത് എന്നതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് കണ്ടത്, ഞാനും കാണുന്നത് ജി സുധാകരൻ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിലാണ്. ഇപ്പം മറ്റവർ രണ്ടുപേരുടെയും കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അവരുടെ അപേക്ഷ എവിടെയും കിട്ടിയിട്ടില്ല. പക്ഷെ സുധാകരൻ അങ്ങനെ പോയ ആളല്ല. സ്വന്തം രവി അടയ്ക്കാതെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ച് ആ പാർട്ടിയിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ ആളാണ്. അതാണ് സുധാകരൻ. അപ്പോൾ സുധാകരൻ്റെ കാര്യത്തിൽ പക്ഷേ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എന്താണ് തീരുമാനമെടുത്തത്? ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് സമയത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും സുധാകരൻ പാർട്ടിയോടുള്ള വഞ്ചനയാണ്. അത് തൊഴിലാളി വർഗ പാർട്ടിയോടുള്ള വർഗവഞ്ചന തന്നെയാണ്. ഈ 2 കാര്യങ്ങളാണ് ആവർത്തിച്ച് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പറഞ്ഞുറപ്പിച്ചത്. ആവർത്തിച്ച് അവരുടെ നിലപാടായി പറഞ്ഞുറപ്പിച്ച് പോരുന്നത് ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. ഇന്നും ജില്ലാ കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ ചർച്ച വന്നിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ജില്ലാ കമ്മിറ്റിയിലുള്ള സലാം പറഞ്ഞത് ഞാൻ അത് അന്വേഷിക്കണം, അനധികൃത നിയമനത്തിൻ്റെ കാര്യം ഓരോരുത്തരുടെയും നിന്നും 2 ലക്ഷം രൂപ വാങ്ങിച്ചു അദ്ദേഹം പറഞ്ഞല്ലോ, ജി സുധാകരൻ പറഞ്ഞല്ലോ, അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി മറുപടിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചർച്ച ചെയ്തതാണ് അറിയുന്നത്. ഏതായാലും അത് മറ്റൊരു സംഗതിയാണ്, ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരാൾ, സുധാകരനെ പോലൊരു നേതാവ് എന്തിനാണ് ഇത്തരത്തിൽ, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ലെവി അടയ്ക്കാതെ പിണങ്ങി തിരിഞ്ഞു പോയ ആളാണ്. അദ്ദേഹം വർഗവഞ്ചകനാണെന്ന് പറഞ്ഞോ അതോ മറ്റേതെങ്കിലും പ്രയോഗമാണോ പ്രയോഗിച്ചത്, ഏത് നേതാവാണ് എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ അഡ്വക്കേറ്റ്സ് ബ്രാഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. DC സെക്രട്ടറിയുടെ ശ്രീ എം ജയചന്ദ്രൻ, അങ്ങേക്ക് അനിഷ്ടം തോന്നരുത്, പോയിന്റിലേക്ക് വരാമോ? തീരുമാനിച്ചത് സുധാകരൻ പാർട്ടിയെ വഞ്ചിക്കുകയായിരുന്നു ഉള്ളതേ. അല്ല, അദ്ദേഹം പാർട്ടിയെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞത് ആ ജില്ലാ കമ്മിറ്റി തന്നെയാണ്. ആ ജില്ലാ കമ്മിറ്റിയുടെയും കൂടെ സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. അപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് തെറ്റ്, പിണറായി വിജയൻ പറയുന്നത് അതിൻ്റെ അകത്ത് കുഴപ്പമില്ല. MV ഗോവിന്ദൻ സ്വന്തം നിലയ്ക്കല്ലല്ലോ ഒരു പാർട്ടി സെക്രട്ടറി. അത് പിണറായി വിജയൻ ആയിരുന്നപ്പോഴും ഇപ്പോൾ MV ഗോവിന്ദൻ ആയിരിക്കുമ്പോഴും മുമ്പ് കോടിയേരി ആയിരുന്നപ്പോഴും ഒക്കെ
കളക്റ്റീവ് ലീഡർഷിപ്പ് നമുക്ക് ജി സുധാകരന്റെ വിമർശനം അവിടെ നിൽക്കട്ടെ. ടി കെ ഗോവിന്ദനോ വി കുഞ്ഞികൃഷ്ണനോ ജി സുധാകരൻ പറയുന്നതല്ല നമ്മുടെ വിഷയം. ശ്രീ എം ജയചന്ദ്രൻ, എം വി ജയരാജൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആ സാഹചര്യം എന്തുകൊണ്ട്? അതൊരൊറ്റപ്പെട്ട ശബ്ദമല്ല. ഇതിന് തൊട്ടു മുമ്പ് പുത്തലത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു ഒരിടവേളയ്ക്ക് ശേഷം. അതിനുമുമ്പ് എം എ ബേബിയും പി രാജീവും തോമസ് ഐസക്കും സംസാരിക്കുന്നു. അപ്പോൾ ഒരു പാറ്റേൺ കാണാം. ഈ വിശാല സംസ്ഥാന സമിതിക്ക് മുൻപ് ഒരു പാറ്റേൺ രൂപപ്പെടുന്നു. അതാണ് ചോദ്യം. അല്ല, അങ്ങനത്തെ പാറ്റേൺ രൂപപ്പെടില്ല. അങ്ങനെ താങ്കൾ പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ വാദഗതിയിൽ അത്ര ഒരു പാറ്റേൺ രൂപപ്പെടുന്നില്ല. അങ്ങനെ പാറ്റേൺ രൂപപ്പെടുക അസാധ്യവുമാണ്. CPM-ന്റെ ഘടനയിൽ ഞാൻ അങ്ങനെ കരുതുന്നതേ ഇല്ല. വേണു, അത്ര ഒരു പാറ്റേണിന് വേണ്ടിയിട്ടാണ് ജയരാജൻ അത് പറഞ്ഞതെന്ന്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശരി, ശ്രീ എൻ പി ചെക്കുട്ടി, തുറന്ന ചർച്ചയാണ് എന്നുള്ളത് നിർഭയമായ അഭിപ്രായം പറയാം. ഇവിടെ നിന്ന് കേന്ദ്രീകരിച്ച് അങ്ങോട്ടേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ബ്രാഞ്ച് തലം മുതലുള്ളവർ നിങ്ങൾ ചർച്ച ചെയ്യുക, കാരണങ്ങൾ കണ്ടെത്തുക, അത് മുകളിലേക്ക് എത്തുന്നു. അത് പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന എന്താ പറയേണ്ടത്, പാർട്ടി സെക്രട്ടറി സ്വഭാവത്തിലുള്ളതല്ല, സെക്രട്ടറി പണി മാത്രം നേതൃത്വം എടുക്കും എന്നൊക്കെ പറഞ്ഞൊരു ഘട്ടത്തിലൂടെ ആയിരുന്നല്ലോ ഇതിൻ്റെയൊക്കെ അവലോകനങ്ങളുടെ തുടക്കം. അത് പാളിക്കൂടാ എന്ന തരത്തിലുള്ള ഒരു പുതിയ നീക്കത്തിൻ്റെ ഭാഗമാണോ ഈ ചെറിയ ചെറിയ ഇടവേളകൾക്കിടയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നുവെച്ചാൽ പിണറായിക്കൊപ്പം പിണറായിയുടെ കരുത്തായി നിന്നവർ തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നത്? എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഇപ്പോൾ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 98-ലെ പാലക്കാട് സമ്മേളനത്തിൻ്റെ സമയത്തും പിന്നീട് 2004-ൽ മലപ്പുറം സമ്മേളനത്തിൻ്റെ സമയത്തും ഉണ്ടായിരുന്ന ഇൻറ്റേർണലായിട്ടുള്ള ക്രൈസിസിൻ്റെ ഒരു സ്വഭാവം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2004-ൽ ഞാൻ ഡൽഹിയിലിരുന്ന സമയത്താണ് മലപ്പുറത്ത് ആ സമ്മേളനം നടന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോൾ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയാം. അതേപോലെ തന്നെ 98-ൽ പാലക്കാട് സമ്മേളനത്തിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ പാർട്ടിയിൽ CITU ഗ്രൂപ്പ് എന്ന് ശരി, അല്ല എനിക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഡൽഹിയിലിരിക്കുന്ന സമയത്താണ് സമ്മേളനം നടന്നത്. എന്തായാലും ശരി, ആ പാലക്കാട് സമ്മേളനത്തിൻ്റെ സമയത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അന്ന് CITU ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ടായിരുന്നു. ആ വിങ്ങിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ എന്താ പറയുക അലയൻസ്, വ്യത്യസ്ത നിലപാടുകൾ എടുത്തിരുന്ന ഒരുപാട് നേതാക്കൾ ഒന്നിച്ചു വന്നു. അതിൽ VS ഉണ്ടായിരുന്നു, അതിൽ MA ബേബി ഉണ്ടായിരുന്നു, അങ്ങനെ മറ്റു പല നേതാക്കളുണ്ടായിരുന്നു. അവരെല്ലാം സംഘടിതമായിട്ടാണ് ആ വോട്ടെടുപ്പിൻ്റെ പാറ്റേൺ നോക്കിയാൽ അന്നുണ്ടായ ഏതാണ്ട് 11 പേരെ പാലക്കാട് വെച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. MM ലോറൻസ് അടക്കം KN രവീന്ദ്രൻ പുറത്ത് കളഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് നടന്നത്. അത് സാധാരണ CPM പോലെ ഒരു പാർട്ടിയിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചേർന്നിട്ട് വളരെ കൃത്യമായിട്ട് ആളുകൾ മാർക്ക് ചെയ്തിട്ട് വോട്ട് കൊടുക്കുന്നത് എന്ന സംഗതി CPM-ൻ്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കണം അങ്ങനെ സംഭവിക്കുക. അതായത് ഇന്നിപ്പോൾ കാണുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഭിന്നതകൾ, വ്യത്യസ്തമായ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്ട് 10-30 കൊല്ലമായി CPM-നകത്ത് ഇൻറ്റേർണലായി നടക്കുന്നതാണ്. പക്ഷേ നമ്മൾ ആരും എന്താ പറയുക പരസ്യമായിട്ട് കാണാറില്ല. പക്ഷേ പരസ്യമായിട്ട് പാർട്ടി അംഗീകരിക്കില്ല. പക്ഷേ ഇത് നിലനിൽക്കുന്നുണ്ട്, ആ ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള മിഡിൽ ലെവൽ, ലോവർ ലെവൽ തരത്തിലും സീനിയർ ലീഡർഷിപ്പിലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇന്നത്തെ ഈ രൂപത്തിലാണ് പാർട്ടി പോകുന്നതെങ്കിൽ, പാർട്ടി ഇൻറ്റേർണലായിട്ട് കറക്ഷൻസിന് തയ്യാറാവുന്നെങ്കിൽ, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന അല്ലെ പാർട്ടിയോട് വിയോജിച്ച് നിൽക്കുന്ന, പാർട്ടിയോടുള്ള വിപ്രതിപത്തി വളരെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ച ഒരു വലിയ ശതമാനം പാർട്ടി അനുഭാവികളും മെമ്പർമാരും ഉണ്ട്. അവരുടെ പേരുകളൊന്നും ഇപ്പം നമ്മൾ പുറത്ത് പറഞ്ഞാൽ അതുണ്ട്. അത് പയ്യന്നൂർ മുതൽ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും നമ്മളിത് കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഭാഗത്തിൽപ്പെട്ട ഏതാണ്ട് ഒരു 10-30% വരുന്ന പാർട്ടിയുടെ ഏറ്റവും കോറായിട്ടുള്ള ആളുകൾ പാർട്ടിക്കെതിരായിട്ട് തിരുന്നൊരു സാഹചര്യം, ആ സാഹചര്യം അവോയ്ഡ് ചെയ്യണമെങ്കിൽ, അവരെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അതിനെക്കുറിച്ച് 2 നിലപാടുകളുണ്ട്. അതിലൊന്ന് MV ഗോവിന്ദൻ എടുക്കുന്ന നിലപാടാണ്. അദ്ദേഹം വളരെ യാന്ത്രികമായിട്ടാണ് ഈ വിഷയങ്ങൾ കാണുന്നത്. വളരെ യാന്ത്രികമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹം എടുക്കുന്നത്. അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പാർട്ടിയിൽ സമവായം കൊണ്ടുവരാൻ കഴിയില്ല. പാർട്ടിയോട് വിഘടിച്ച് നിൽക്കുന്ന, പാർട്ടിയോട് പിണങ്ങി നിൽക്കുന്ന വിഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പ്രായോഗിക ബുദ്ധിയായ MV ജയരാജൻ അറിയാം, മറ്റു പല നേതാക്കളും ബേബിക്ക് അറിയാം. അവർക്കൊക്കെ
ഇത് അറിയുന്നത് കൊണ്ടാണ് എം വി ഗോവിന്ദൻ എടുക്കുന്ന നിലപാടിനോട് തങ്ങൾക്കുള്ള വിയോജിപ്പ് പല മട്ടിൽ പാർട്ടിക്കകത്തുള്ള ആളുകൾ, പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ആളുകൾ, മലപ്പുറത്ത് ഇവിടെ ഇപ്പോൾ അരീക്കോട് അവരുടെ EMSൻ്റെ ലോകം എന്ന് പറഞ്ഞ സെമിനാറിൽ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നോക്കുക, പിന്നെ ബേബി അവിടെ സംസാരിച്ചിരുന്നു, അതേപോലെ തന്നെ രാജീവ് അവിടെ സംസാരിച്ചിരുന്നു, തടസ്സപ്പെടുത്തുകയല്ല. അങ്ങ് പാലക്കാടിനെ പറ്റി ചൂണ്ടിക്കാട്ടിയല്ലോ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, അതിന്റെ തിരികുറ്റിയായി നിന്നത് അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ മാരാരിക്കുളത്തെ VSന്റെ തോൽവിയാണ്. അതോടെയാണ് ഈ CITU പക്ഷത്തെ എങ്ങനെയും വെട്ടിനിരത്തുക എന്ന തീരുമാനത്തിലേക്ക് VS എത്തുന്നത്. അന്ന് അങ്ങ് പറഞ്ഞതുപോലെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വെട്ടിനിരത്തൽ നടക്കുന്നു. EMSന് കിട്ടിയ ഭൂരിപക്ഷം പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. നാമമാത്ര ഭൂരിപക്ഷത്തോടെയാണ് ജയിക്കുന്നത് അവിടെ. അപ്പോൾ അത്രയും കർക്കശമായിട്ടാണ് ഇപ്പൊ നമ്മൾ പിണറായി ഈ ധർമ്മടത്ത്, അതെ ധർമ്മടത്ത് പിണറായി ലാഗ് ചെയ്തതുപോലെ, പേടിപ്പിച്ച് ജയിപ്പിച്ചതുപോലെ ആണ് EMS വന്ന് ജയിച്ചു കയറിയത്, അങ്ങ് പറഞ്ഞതുപോലെ EKയും. പക്ഷെ മലപ്പുറത്ത് മറ്റൊരു സാഹചര്യമാണ്, VSന്റെ പാനലാണ് വെട്ടിനിരത്തപ്പെടുന്നത്. അവിടുത്തെ മുന്നണി പോരാളികളെല്ലാം വീഴുന്നു. പക്ഷെ അങ്ങിപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം വളരെ പ്രധാനമാണ്. ഇവർ 3 നേതാക്കന്മാരല്ല പോയിട്ടുള്ളത്, വലിയൊരു അണികളാണ് അവർക്കൊപ്പം പോയിരിക്കുന്നത്. അവരെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് എന്ന പ്രായോഗിക ബുദ്ധി MV ജയരാജൻ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രീ NP ചെക്കുട്ടി, കണ്ണൂർ പാർട്ടി മറ്റൊരു പാർട്ടിയാണ്. MV രാഘവനെ പോലെ ഒരാളായിരുന്നല്ലോ പാർട്ടിയുടെ അവസാന വാക്ക്. ആ MV രാഘവൻ പോയപ്പോൾ കരുത്തോടെ നിന്നിട്ടില്ലേ ആ പാർട്ടി? അപ്പോൾ എത്ര അണികൾ മലവെള്ളപ്പാച്ചിൽ പോലെ ഒലിച്ചു പോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ആ ഒരു കരുത്ത് എവിടെ നഷ്ടപ്പെട്ടു? ഒരു MV രാഘവനും ഉണ്ടാക്കാൻ കഴിയാത്ത ഭീഷണി ഒരു V കുഞ്ഞികൃഷ്ണനും ഒരു TK ഗോവിന്ദനും ഉണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെ? അത് പിന്നെ വേണു, അത് MVRനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ആ വിഷയങ്ങൾ ഉണ്ടായത് ഏത് കാലം എന്നറിയോ? 85 മുതൽ 86, 87 പീരീഡ്, അതായത് 40-45 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും അന്നത്തെ പാർട്ടിയും അന്നത്തെ പാർട്ടി അണികളും അല്ല, അലകും പിടിയും മാറിയൊരു പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടിയിലെ മെമ്പർമാരിൽ ഞാനിപ്പോൾ ഒരു കണക്ക് അവസാനം കണ്ടപ്പോൾ 2000-ന് ശേഷം വന്ന ആളുകളാണ് ഇന്ന് ഈ പാർട്ടിയിൽ മഹാഭൂരിപക്ഷ ആളുകളും. 80കളിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പഴയകാല കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിനനുസരിച്ച് പിന്നെ വിമർശനം, സ്വയം വിമർശനം, അനുഭാവി ഗ്രൂപ്പിൽ ചേരുക, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർ ആവുക, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് 3 കൊല്ലം പുതുക്കി പിന്നെ മെമ്പർഷിപ്പ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വളരെ വളരെ ഞങ്ങളൊക്കെ പാർട്ടിയിൽ ചേരുന്ന കാലത്ത് വളരെ കർക്കശമായിട്ടുള്ള ഇങ്ങനെ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, നേരെ പോയിട്ട് പിന്നെ മെമ്പർഷിപ്പ് കൊടുക്കുന്നൊരു സംവിധാനം പണ്ട് KSUലും അതുപോലെ സംഘടനകളിലൊക്കെ കൊടുത്തിരുന്ന ഒരു മെമ്പർഷിപ്പ് കൊടുക്കൽ രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ BJPക്കാർ വാട്സപ്പ് മെസ്സേജ് കൊടുത്താൽ ഇത് കൊടുക്കും, അല്ലെങ്കിൽ മിസ്ഡ് കോൾ കൊടുത്താൽ കൊടുക്കും എന്ന മട്ടിലുള്ള ഒരു അവസ്ഥയിൽ CPM എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 80കളിൽ ഉണ്ടായിരുന്ന പാർട്ടിയുടെ കെട്ടുറപ്പോ 80കളിൽ MVR പാർട്ടിയെ ചാലഞ്ച് ചെയ്ത് അന്ന് ആരാണ് അത് എതിരായിട്ട് നിന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് EMS മാത്രമല്ല, BT രണദേവേ, ബസവ് പുന്നയ്യ, ഇങ്ങനെയുള്ള ഇന്ത്യ കണ്ടുള്ള ഏറ്റവും കരുത്തരായ തിയററ്റിക്കലായിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. VS മാത്രമല്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് അണികൾക്കിടയിലുള്ള അവരുടെ വിശ്വാസ്യത ചെറുതായിരുന്നില്ല. പക്ഷേ ഇത് VTRനെ പോലും പുന്നയ്യെ പോലും നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾ ഞാൻ അവരുടെ പ്രസംഗം കേട്ടിട്ടുള്ളതാണ്. ആ ഒരു സ്റ്റേജിലുള്ള ലീഡേഴ്സ് ഇന്ന് ഇല്ല പാർട്ടിയിൽ. അതുകൊണ്ട് 80കളിൽ ഉണ്ടായിരുന്ന MVRന്റെ വെല്ലുവിളിയല്ല ഇന്ന് 2025-26 കാലത്തുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടൊരു പാർട്ടിയാണ്, വ്യത്യസ്തമായൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ അണികളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ പ്രായോഗികമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം എന്ന നിലപാടാണ് MV ജയരാജൻ എടുക്കുന്നത്. ശരിയായ നിലപാടുമാണത്. ശരി, ഞാൻ ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ N ശ്രീകുമാറിലേക്ക്. വർഗവഞ്ചകൻ തിരിഞ്ഞു കൊത്തുന്നു, ബിഗ് ഡയലോഗ് തുടരുന്നു. ശ്രീ N ശ്രീകുമാർ, 3 പേരെ ചൊല്ലിയാണ് ഇപ്പോൾ പുതിയ കലഹം രൂപപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തളിപ്പറമ്പ്, പയ്യന്നൂർ എന്ന് പറയുക ആയിരുന്നു ചില നേതാക്കന്മാർ ചെയ്തിരുന്നത്. ഇവിടെ MV ജയരാജൻ ഈ 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ 3 പേരുടെയും മറുപടികൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. അങ്ങേക്കറിയുന്നതുപോലെ V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, ഞാൻ പുറത്തേക്ക് പോയതല്ലല്ലോ, എന്നെ പുറത്താക്കിയതല്ലേ, അപ്പോൾ തിരിച്ചെടുക്കുന്നെങ്കിൽ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് എന്ന്. TK ഗോവിന്ദൻ പറയുന്നത് എന്താ? MV ജയരാജൻ MV ഗോവിന്ദനെതിരെയുള്ള പടപ്പുറപ്പാടാണ്, അങ്ങനെ ഒരു ഗൂഢോദ്ദേശ്യമുണ്ട് എന്ന്. G സുധാകരൻ പറയുന്നതോ
എം.വി. ഗോവിന്ദനെ മാത്രമാണ് വിമർശിക്കുന്നത്. അവിടെ ഇരുന്നുകൂടാ, അവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ, പിണറായി പവർഫുൾ ആണ് എന്ന്. അപ്പോൾ ഇവരുടെ പ്രതികരണങ്ങളിൽ മൊത്തത്തിൽ പൊരുത്തക്കേടാണ്, 3 പേരായിട്ട് മാത്രം പോലും. എന്നാൽ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കകത്ത് നടക്കുന്നത് എന്താണ്? നോക്കൂ ശ്രീ വേണു, ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ വലിയൊരു ആശങ്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് ഭരണം നഷ്ടപ്പെട്ട ശേഷം ഒരു പാർട്ടിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ്, അല്ലാണ്ട് അതിൽ കവിഞ്ഞൊന്നും ഞാൻ അതിൽ കാണുന്നില്ല. ഇപ്പം നാളെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ആ യോഗം ചേർന്നിട്ട് അവർ ആത്മാർത്ഥതയോടെയാണ് ഇതുവരെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ചില കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു തീരുമാനം നാളെ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയിരിക്കുക എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ച 3 പേരുടെ കാര്യം, അതിൽ 3 പേര് ഒരു സാധാരണ അവരെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ ഗൗരവമായ ഒരു കുറ്റസമ്മതം CPM നടത്തുമെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അല്ല, അതേ ഞാൻ പറഞ്ഞത്. നാളെ എന്താണെന്ന് അറിയണം. കാരണം നാളെ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ് സെക്രട്ടേറിയറ്റ് യോഗം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ല, ഇതിൻ്റെ ഇതിൻ്റെ തുടക്കം കഴിഞ്ഞിട്ട് അത് പറയാം. അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആരൊക്കെ എന്തൊക്കെ സംസാരിക്കും, ഇവിടെ CPM-ലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ തുറന്നു പറയാൻ ധൈര്യമുള്ള ആരുമില്ല. പിന്നെ ഒളിയമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഭിമുഖത്തിൽ അതൊക്കെ പറയുന്നതല്ലാതെ കൃത്യമായിട്ട് കാര്യം പറയാനുള്ള ധൈര്യമൊന്നുമുള്ള ആരുമില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഈ 10 വർഷം അവരൊക്കെ ആ ഒരു ഭരണസുഖം അനുഭവിച്ചതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും മറ്റുള്ളവരെ ഭയമാണ്. ഇപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ തൽക്കാലം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിരന്തരം ഇങ്ങനെ പാര വെച്ചുകൊണ്ടിരിക്കും, ഓരോ നേതാക്കളും പാര വെച്ചുകൊണ്ടിരിക്കും. അതാണ് ആ പാർട്ടിയിൽ ഉണ്ടാകുക. അത് നിശബ്ദരായ പ്രവർത്തകരും അസ്വസ്ഥരായ ഒരു നേതാക്കളും, അതാണ് ഇപ്പോൾ ആ പാർട്ടിയിൽ സംഭവിച്ചത്. പിന്നെ ശ്രീ വേണു ചോദിച്ച ചോദ്യം ഉണ്ട്, ആ 3 പേരുടെ കാര്യം. അത് വളരെ പ്രസക്തമാണ്. കാരണം എന്താ അറിയാമോ, ആ 3 പേരും മാർക്സിസ്റ്റുകളാണ്. അത് വി കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും സുധാകരനാണെങ്കിലും അവർ 3 പേരും മാർക്സിസ്റ്റുകളാണ്. അവർ പല കാരണങ്ങൾ കൊണ്ട് അവർ പോയതാണ്. ഇപ്പോൾ സുധാകരൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പാർട്ടി അപമാനിച്ചു, 75 വയസ്സെന്ന് പറഞ്ഞ് നീക്കി നിർത്തി. ഇന്ന് അദ്ദേഹം ഒരു കുഴപ്പമില്ലാണ്ട് അസംബ്ലി വരുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അപമാനിതനായി തോന്നിയപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. വി കുഞ്ഞികൃഷ്ണനാണെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചു. എങ്ങനെ? അദ്ദേഹം രക്തസാക്ഷി ഫണ്ട് ഒരു MLA-യുടെ നേതൃത്വത്തിൽ തിരിമറി നടത്തിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചു. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറിയെന്നു, അദ്ദേഹം ജയിച്ചു കാണിച്ചു പ്രവർത്തകർ എൻ്റെ ഒപ്പം ഉണ്ടെന്ന്. TK ഗോവിന്ദൻ്റെ പ്രശ്നം എന്താണ്? അവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി. TK ഗോവിന്ദൻ അവിടെ അവഗണിക്കപ്പെട്ടു. അവർ പറഞ്ഞ സ്ഥാനാർത്ഥി സുകന്യയെ അവരെ മത്സരിപ്പിച്ചില്ല. അദ്ദേഹം അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു, അദ്ദേഹം പുറത്തു വന്നു, അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. ഈ 3 പേര് മാർക്സിസ്റ്റുകളാണെങ്കിലും 3 പേർക്കും 3 തരത്തിലുള്ള വിരോധമാണ് പാർട്ടിയോടുള്ളത്. ഇപ്പോൾ സുധാകരന് പിണറായി വിജയനോട് വിരോധം കാണില്ല, പക്ഷേ MV ഗോവിന്ദനോട് വിരോധം കാണും. കാരണം എന്താണ്? MV ഗോവിന്ദനോട് പാർട്ടി പത്രലേഖകർ ചോദിച്ചു, സുധാകരൻ്റെ വിഷയം അടഞ്ഞ അധ്യായമാണോന്ന്. അടഞ്ഞ അധ്യായമാണ്, ഒരു ചർച്ചയുണ്ടോ? ഒരു ചർച്ചയുമില്ല എന്ന് പറഞ്ഞു. അതോടെ ആ പ്രശ്നം അപ്പോൾ ഒരു അരിശം അദ്ദേഹത്തിന് വരും. അതൊക്കെയാണ് എൻ്റെ കാരണം. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ CPM-ലത്തെ പ്രശ്നങ്ങൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ വേറൊരു രീതിയിലേക്ക് ഉരുത്തിരിയാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ ഉരുത്തിരിയാന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ നോക്കൂ, ഇന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട പോലെ തോന്നി, നമ്മുടെ അശോകൻ ചരുവിലിൻ്റെ. ഇപ്പോൾ അത് കാണുന്നില്ല, അതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാത്തവിടെ എന്താണെന്ന് അറിയുന്നില്ല. അത് MV ഗോവിന്ദനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കണ്ടത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രധാന നേതാവാണ് അശോകൻ. അതുമാത്രം എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാടല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടും പിണറായി വിജയനെ പിന്താങ്ങുന്ന രീതിയിലുള്ള, അതൊക്കെ ആ ഗ്രൂപ്പിനെ പിന്താങ്ങുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിരന്തരം ഇങ്ങനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഉള്ളപ്പോൾ ഈ പാർട്ടിയിൽ തെറ്റുതിരുത്തൽ നടക്കില്ല. തെറ്റുതിരുത്താൻ സന്നദ്ധമാണ് പാർട്ടി നേതൃത്വമെങ്കിൽ അതിന് പറ്റിയ രീതിയിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ തിരുത്താൻ സഹായകമാകുന്ന ഘടകങ്ങളോ അവരെ പിന്തുണയ്ക്കുന്നവരും ഇടണം. അതിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൽ ആരും വിമർശിക്കുന്നില്ല. മറിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ കാര്യം പറഞ്ഞാൽ അതിന് MV ജയരാജൻ അതിന് മറുപടി പറയുകയാണ്, അല്ലെ AK ബാലൻ പറയുകയാണ്.
അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മലബാർ എന്ന് വേണേൽ പറയാം. മലബാറിലെ ഒരു CPM ആണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് വേണേൽ പറയാം. കാരണം ശ്രീ വേണു ഒന്ന് ആലോചിച്ച് നോക്കൂ, തൃശ്ശൂർ തൊട്ട് മറ്റേ തിരുവനന്തപുരം വരെ ഏതെങ്കിലും നേതാക്കൾക്കിടയിൽ ഇങ്ങനത്തെ ഭിന്നസ്വരമുണ്ടോ? എല്ലാ ഭിന്നസ്വരവും വരുന്നത് കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും അല്ലെങ്കിൽ മലപ്പുറം പാലക്കാട് അവിടെ നിന്നാണ്. നേരെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ മറ്റേ കോട്ടയത്തോ ആലപ്പുഴയോ ഉള്ള CPMലൊക്കെ വിഭാഗീയതയുണ്ട് പ്രവർത്തകർക്കിടയിൽ. പക്ഷേ ഇങ്ങനെ ഈ പാരൂപിച്ച് വർത്തമാനം പറയുന്ന സ്വഭാവം ഇല്ലല്ലോ. അതിൻ്റെ കാരണം എന്തായിരിക്കാം? അപ്പോൾ ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഇപ്പോഴും പാർട്ടിയിലൊരു ശക്തിയാണ്. കാരണം പാർട്ടി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൻ്റെ കൈപ്പിടിയിലാണ്. അത് മാറണമെങ്കിൽ അടുത്ത സമ്മേളനം വരണം. അടുത്ത സമ്മേളനങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ സംവിധാനത്തിൽ നിന്ന് മാറുന്നത്. കാരണം എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇപ്പം തന്നെ ആ പിണറായി പക്ഷത്തോട് ആഭിമുഖ്യമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ്. മാത്രമല്ല DYFI ആണെങ്കിൽ SFI ആണെങ്കിൽ എല്ലാം അതിനോട്ട് ഒട്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാർട്ടിയിൽ. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പോൾ ഏറ്റവും വലിയ കേരളത്തിലെ വിഷയം ഈ PSC നിയമനം വഴിയുള്ള സംഭവമാണല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോൾ നോക്കൂ, ഇന്നലെയൊക്കെ ശ്രീ ജയേന്ദ്രനെ പോലുള്ളവരൊക്കെ സംസാരിച്ച് ഞാൻ കേട്ടു, PSC ചെയർമാനെ മാത്രമാണ് കുറ്റം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അപ്പോൾ PSC ചെയർമാനെ മാത്രം കുറ്റം പറഞ്ഞാൽ ആ 10 വർഷം പഠിച്ച പാർട്ടിയുടെ 10 വർഷത്തെ കാലത്തെ PSC നിയമനങ്ങളുടെ ഒക്കെ സാധൂകരിക്കലാവുമോ? അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ 10 വർഷം ഭരിച്ചപ്പോൾ എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു CPMൽ. എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു. AK ബാലനടക്കം ഒരേ സ്വരത്തിലായിരുന്നു. പക്ഷേ ഭരണം ഇല്ലാതായപ്പോൾ ആ 50 ദിവസമേ ആയുള്ളൂ. 50 ദിവസം ഭരണമില്ലാതായി. ഇപ്പോൾ പാർട്ടി പത്രത്തിൽ തുടങ്ങിയിരിക്കുകയാണ് എന്താണ് പരമ്പര, ഈ ഗവൺമെൻറ്റിൻ്റെ എതിരായ പരമ്പര. 50 ദിവസം ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്താനുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അസ്വസ്ഥതയാണ് ഇവർക്ക്. ഭരണം പോയ അസ്വസ്ഥത. എങ്ങനെയെങ്കിലും 5 വർഷം ഇനി എങ്ങനെ കഴിയും ഇവർ എന്നുള്ള അസ്വസ്ഥത അവരെ വല്ലാത്ത രീതിയിൽ വേവലാതിപ്പെടുത്തുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അമ്പരുന്നു. ഒരു പത്രപ്രവർത്തകനാണല്ലോ ഞാൻ ഈ വിഷയത്തെ പത്രപ്രവർത്തകനായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റില്ല CPMലെ വിഷയങ്ങൾ. അവിടെ ഇന്നത്തെ CPM പത്രത്തിൽ ലേഖനം പരമ്പര തുടങ്ങുകയാണ്. 50 ദിവസത്തെ ഭരണം. ശ്രീ വേണു, 50 ദിവസം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ പുനർവിന്യാസം പോലും നടന്നിട്ടില്ല. അപ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ഈ പാർട്ടിയിലൊരു നിലപാടില്ല. പാർട്ടി പത്രത്തിൽ അവരുടെ നയം തീരുമാനിച്ചു, എന്നിട്ട് ഈ പിണറായി വിജയൻ ആ പത്രത്തെ തള്ളിപ്പറയേണ്ടി വന്നു. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നയം തീരുമാനിച്ചിട്ട് പാർട്ടി പത്രത്തിൽ എഴുതും. ഇത് പാർട്ടി പത്രം തീരുമാനിച്ചു വിഴിഞ്ഞം സംബന്ധിച്ച് ഇടതുപക്ഷ മുന്നണിക്കൊപ്പം ഉള്ള നിലപാടാണ്, ഇടതുപക്ഷ മുന്നണിയാണ് വിഴിഞ്ഞത്തെ ഈ മറ്റേ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി മുതൽ മുടക്കി കിടക്കാനുള്ളതിൻ്റെ കാരണമെന്ന് എഴുതി പാർട്ടി പത്രം. ശരി, ശ്രീ എൻ ശ്രീകുമാർ. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ശ്രീ N ശ്രീകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മലബാർ മാർക്സിസ്റ്റ് എന്നായി ചുരുങ്ങിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ ആ മേഖലയിൽ മാത്രമുള്ള നേതാക്കന്മാർക്കിടയിലാണ് ഈ ഭിന്നസ്വരം, തെക്കോട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഈ പാർട്ടി മുഖപത്രത്തിൻ്റെ വീഴ്ചയെപ്പറ്റിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിനങ്ങ് മറുപടി പറയണം. കൂടാതെ ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ നമുക്ക് പുറത്തുള്ള ആരെയെങ്കിലും പഴിക്കാൻ പറ്റുമോ? CPMൽ ഇപ്പോൾ നടക്കുന്ന തർക്കവിതർക്കങ്ങളിൽ റിവ്യൂ നടത്തി അത് കീഴ്ഘടകങ്ങളിലേക്ക് പ്രധാനപ്പെട്ട MV ജയരാജൻ അടക്കമുള്ളവർ പോയിരുന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് ആ കണ്ടെത്തലിന് വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം ഒരു ചാനൽ അഭിമുഖത്തിൽ പറയുകയാണ്. അതൊരു പ്രാദേശിക ചാനലാണ് എന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. പാർട്ടിയുടെ നേതൃതലത്തിൽ പാർട്ടി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നയാളാണ് MV ജയരാജൻ. ചൊവ്വാഴ്ചയാകുമ്പോൾ അവിടെ എത്തണം, അല്ലേ? അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഇങ്ങനെ പ്രതികരിച്ചത്. അയാളെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തള്ളിപ്പറയേണ്ടി വരുന്നത്. അപ്പോൾ അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ ഈ പാർട്ടിയിൽ ഭിന്നാഭിപ്രായം നേതൃതലത്തിൽ തന്നെ ഉണ്ട് എന്നത് അവരുടെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഇതിനാരെ പഴിക്കാൻ പറ്റും? ഇത് ശ്രീ വേണു, MV ഗോവിന്ദൻ ആണ് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ, സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ കേരളത്തിൽ പറയാൻ അധികാരമുള്ള ചുമതലപ്പെടുത്തപ്പെട്ട ആൾ. അദ്ദേഹം പാർട്ടി റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നിലപാട് പറയണമെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്തിട്ട് വേണം പറയാനായിട്ട്. അങ്ങനെ CPIM എന്ന പാർട്ടി സംഘടനാപരമായി MV ഗോവിന്ദൻ മുൻപ് പറഞ്ഞ നിലപാടുകൾ ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്ത് മറ്റൊരു നിലപാട് സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. താങ്കളുടെ അറിവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പിന്നെ മറ്റൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ ആ നിലപാട് എം വി ഗോവിന്ദന് പതിവായി പറയാം. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ അറിയൂ. അദ്ദേഹം അതാണ് പറയുന്നത്. ഇനി എം വി ജയരാജൻ പറയുന്നത് പിന്നെ ഇത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണോ അല്ലയോ എന്നുള്ളത് നാളത്തെ സെക്രട്ടേറിയറ്റ് പരിശോധിക്കുന്നെങ്കിൽ പരിശോധിക്കട്ടെ. ഏതായാലും എം വി ഗോവിന്ദനെ സംബന്ധിച്ച് പരിശോധിക്കാൻ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അല്ല ഫോറം. അദ്ദേഹം കാര്യം PB മെമ്പറാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടെ പരിശോധിക്കാൻ പറ്റൂ. ഇവിടെ എം വി ഗോവിന്ദനെ പറ്റിയൊന്നും പരിശോധിക്കാനില്ല. അപ്പോൾ പിന്നെ എം വി ജയരാജൻ സംസാരിച്ച കാര്യങ്ങൾ അതാണല്ലോ ഈ കേന്ദ്രീകൃത പാർട്ടി ഘടന വെച്ചിട്ടാണ് എങ്കിൽ MA ബേബിയെ തള്ളിക്കൊണ്ട് എം വി ഗോവിന്ദന് സംസാരിക്കാൻ കഴിയില്ല. ശരിയാണ്, ഒരു വാദത്തിൽ ശരിയാണ്, രണ്ടുപേരും PB അംഗങ്ങളാണ്. പക്ഷെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അല്ല, ഇവിടെ ചർച്ച ചെയ്ത നിലപാട് MA ബേബിയും കൂടെ അടക്കം ഇവിടെ 2 ദിവസം ഇരുന്ന് ചർച്ച ചെയ്ത് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണെന്നേ. MA ബേബിയും എം വി ഗോവിന്ദനും പിണറായി വിജയനും എം വി ജയരാജനും ഒക്കെ പുറത്ത് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുതിയ നിലപാട് വരുമ്പോൾ അത് ഏത് ചർച്ച എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. അത്തരത്തിലൊരു ചർച്ച ആലോചന പോലും CPM നടന്നിട്ടില്ല എൻ്റെ അറിവിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ MA ബേബിക്ക് അപ്പുറത്തേക്ക് എം വി ഗോവിന്ദൻ പറയുമോ, എം വി ഗോവിന്ദൻ അപ്പുറത്തേക്ക് പിന്നെ എം വി ജയരാജൻ പറയുമോ, പറയുന്നതിൽ എന്തെങ്കിലും അസാംഗത്യമുണ്ടോ, ആ പ്രശ്നമല്ല എന്നോട് ഉന്നയിച്ചത്. താങ്കൾ പറയുന്ന കാര്യം ദിവസം ശരിയായിരിക്കാം. പക്ഷേ ഒരു സെക്കൻഡ് എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേണമെങ്കിൽ രാജീവിനോ ഐസക്കിനോ ഇനി മറ്റ് PB അംഗങ്ങളായ പിണറായിക്കോ വിജയരാഘവനോ പോലും ഭിന്നാഭിപ്രായം പറയാം. പക്ഷെ ബേബിക്ക് പറയാൻ പറ്റില്ലല്ലോ. ബേബി പറഞ്ഞല്ലോ, അതിനെ എങ്ങനെയാണ് സാധൂകരിക്കാൻ കഴിയുക? അല്ല, എന്താണ് ബേബി എന്താണ് പറഞ്ഞത്? അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. EMSന്റെ ലോകം സെമിനാറിന്റെ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഏതാണ് അദ്ദേഹം പറഞ്ഞത്? അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് സ്വന്തക്കാര് പോയി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയും അതിന്റെ പേരിൽ പാർട്ടി ഒന്നടങ്കം കൂട്ടായി ആക്രമിക്കപ്പെടുകയും ചെയ്താൽ ആ ബന്ധുവിനെ മാറ്റുക എന്ന ഔചിത്യം കാട്ടണം എന്ന് പറഞ്ഞത് ആരെ ചൂണ്ടിയ? അതൊരു പാർട്ടി വിമർശനമാണോ? പാർട്ടി സംഘടനാപരമായ നിലപാടിന്റെ വിമർശനമാണോ? സാന്ദർഭികമായി അത് കേന്ദ്രീകരിച്ചൊരു ചോദ്യം വന്നപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം വരികയാണ്. പാർട്ടി ജനറൽ സെക്രട്ടറിയോട് സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിക്കുന്നു. അപ്പം പാർട്ടി സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായം ബേബി പറയുന്നതായിട്ടല്ലോ അതിനെ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തി. അത് പാർട്ടി വിരുദ്ധമോ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടായിട്ട് ഞാൻ കാണുന്നില്ല. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യപ്പെടുന്ന കാര്യമായിട്ട് പോലും ഞാൻ കാണുന്നില്ല. അങ്ങനെ ആർക്കും ചെയ്യാം. അതുപോലല്ലോ എം വി ജയരാജൻ നടത്തിയ താങ്കൾ പറഞ്ഞ അതല്ലല്ലോ പറഞ്ഞത്. അതൊരു കാര്യം. ശരി വരാം. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ശ്രീ എം ജയചന്ദ്രൻ പറയുന്ന രൂപത്തിലാണ് സഹയാത്രികനായ ശ്രീ എം ജയചന്ദ്രൻ പോകുന്ന പോലെയാണ് ഈ പാർട്ടിയുടെ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെയും ആലോചനകൾ പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ആശയ്ക്കും വകയില്ല അവിടെ. പക്ഷെ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞൊരു കാര്യം അത് പ്രധാനമല്ലേ. ഇവിടെ ഈ 3 നേതാക്കന്മാർ മാത്രമല്ല, വലിയൊരു വിഭാഗം പാർട്ടി സഖാക്കൾ തന്നെയാണ് ഈ 3 പേരെയും ജയിപ്പിച്ചിട്ടുള്ളത്. MV ജയരാജനെ നന്നായിട്ട് അറിയുന്നതാണല്ലോ. ഇപ്പോൾ എന്താണ് ഈ പറയുന്ന ആ ഭാഗത്തൊക്കെയുള്ള ഏരിയ സെക്രട്ടറിമാർ തന്നെ പണം പിരിച്ച് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകിയതടക്കമുള്ള കാര്യങ്ങളുണ്ട്. വോട്ട് ചെയ്യാനായി കൃത്യമായി പോയി അവിടെ വോട്ട് രേഖപ്പെടുത്താൻ കൃത്യമായ ആലോചനകൾ നടക്കുകയും അതിനനുസരിച്ചുള്ള സമാന്തരമായ സ്ക്വാഡ് നീക്കങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അറിയുന്ന ആളുകളിൽ ഒരാളാണ് MV ജയരാജൻ. ആ ജയരാജൻ ഇങ്ങനെ പറയുമ്പോൾ എത്ര വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് എന്നതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അത് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ തിരുത്തലോ ഉണ്ടാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൂടാതെ ഒറ്റ കാര്യം കൂടി ശ്രീ NV, അങ്ങ് KN ബാലഗോപാലിൻ്റെ നിയമസഭയിലെ പ്രകടനമുണ്ടല്ലോ, LOP എന്ന് വിളിച്ചുകൊണ്ട്, സാറെന്നും LOP എന്നുമാണ് വിളിക്കുന്നത്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമേ പറയട്ടെ, ജയേന്ദ്ര സഖാവ് പറയുന്നത് പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഗുരുതരമായ പെശകുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയോരത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനത്തിൽ കൃത്യമായി മറുപടി പറഞ്ഞില്ല VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞിട്ട്
പിണറായി വിജയൻ പത്രത്തിൽ ചൂണ്ടിക്കാണിച്ച വളരെ പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ എന്ന നിലയിൽ എനിക്കെതിരായി വന്നൊരു ആശയം അപ്പോൾ തന്നെ VS അച്യുതാനന്ദന് കറക്റ്റ് ചെയ്യേണ്ടായിരുന്നു, അദ്ദേഹം ചെയ്തില്ല എന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് പരസ്യമായി നിലപാടെടുത്ത് പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നം? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതേ പോളിറ്റ് ബ്യൂറോയിലുള്ള പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് MA ബേബി. ആ MA ബേബി EMS സ്മൃതി പോലുള്ള ഒരു സെമിനാറിനകത്ത് വന്ന് പറയാണ്, പിന്നെ തങ്ങളുടെ വളരെ വേണ്ടപ്പെട്ടവരെ വന്നാൽ പിന്നെ അത് പാർട്ടിക്ക് കുഴപ്പമുണ്ടാവും എന്നുള്ള ധാരണ കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഔചിത്യം പ്രകടിപ്പിക്കേണ്ടിയിരുന്നു. അത് വളരെ കൃത്യമായി സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടുള്ള വിമർശനമാണ്. അതിൽ തനിക്കൊന്നും തോന്നുന്നില്ല എന്ന് ജയേന്ദ്രൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. അങ്ങനെയല്ല, ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചതാണ്. ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു ചർച്ച കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും, ഒരു ചർച്ച കൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ NP ചെക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ചില പ്രശ്നങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വരാൻ പോകുന്ന പ്രത്യേക സംസ്ഥാന കമ്മിറ്റി യോഗത്തിനെ കുറിച്ചാണോ? വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്ലീനം നടത്തുന്നത് ഇങ്ങനെ തന്നെയാണ്. പ്ലീനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ജില്ലാ സെക്രട്ടറി മെമ്പർമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിന് തന്നെയാണ് യഥാർത്ഥത്തിൽ പ്ലീനോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുപോലൊരു പരിശോധന കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. അതുപോലൊരു പരിശോധന കേരളത്തിൽ നടക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ചില ശാക്തിക ചേരികൾ രൂപപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപപ്പെടുന്നതിനെയൊക്കെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രതിസന്ധിയല്ല CPM-നകത്ത് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന നയങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട പ്രതിസന്ധിയാണ്. ആ അടിസ്ഥാന നയങ്ങളിൽ മാറ്റം വരാത്തിടത്തോളം കാലം CPM-നകത്തുണ്ടായി വരുന്ന പ്രതിസന്ധി ആർക്കും പരിഹരിക്കാൻ പറ്റില്ല. അത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കും. പലതരത്തിൽ അത് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പല തലങ്ങളിൽ നിന്ന് അത് ഉയർന്നു വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം CPM-നകത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഈ പറയുന്ന സ്പെഷ്യൽ സംസ്ഥാന സമിതി കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ കേന്ദ്ര കമ്മിറ്റിയുടെ ഇടപെടൽ കൊണ്ടോ പരിഹരിച്ചു പോവുകയല്ല ചെയ്യുന്നത്. അടിസ്ഥാനപരമായ നിലപാടുകളിൽ മാറ്റമില്ലാത്തിടത്തോളം കാലം അത് രൂക്ഷമാവുക തന്നെയാണ് ചെയ്യുക. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തെയാണ്, ആ മാറ്റത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 3 ആളുകൾ വന്നത്. നിങ്ങൾ ഈ 3 ആളുകളെ മാത്രം കണ്ടാൽ പോരാ. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഔദ്യോഗികമായ പേജുകളിൽ, ആ ഔദ്യോഗിക പേജുകളിൽ വളരെ വിശദമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകൾ അതിനിശിതമായ വിമർശനം അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരായി, പിണറായി വിജയനെതിരായി, ഗോവിന്ദ മാഷ്ക്കെതിരായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്താ കാണിക്കുന്നത്? ഒരു 2 വർഷം മുമ്പ് നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇത്തരത്തിലൊരു വിമർശനം പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ വിമർശിക്കുന്നവരൊക്കെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ഏരിയ കമ്മിറ്റി മെമ്പർമാരും പാർട്ടി ബ്രാഞ്ച് മെമ്പർമാരും ഒക്കെയാണ്, അല്ലാതെ എതിരാളികളല്ല. ആ പറഞ്ഞതിന്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിലയിലേക്കുള്ള ചില കാര്യങ്ങൾ CPM-നകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ അങ്ങ് പരിഹരിക്കാൻ പറ്റില്ല. ഇനി ബാലഗോപാൽ ഉന്നയിച്ച പ്രശ്നം അദ്ദേഹത്തെ ഒരു പാർലമെന്ററി ഭാഷയിൽ LOP എന്നും സാറിനൊക്കെ വിളിച്ചു എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി വിജയൻ ഇങ്ങനെ ഉണർന്നെണീറ്റ് VS അച്യുതാനന്ദന്റെ ഒരു നിലവാരത്തിൽ ഒരു പ്രതിപക്ഷ പോർമുഖം തുടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി ബാലഗോപാൽ തിരിച്ചറിയുന്നുണ്ട്. ഇടപെടേണ്ട സമയത്ത് പോലും പിണറായി വിജയൻ ഇടപെടാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പിണറായി വിജയന്റെ VS അച്യുതാനന്ദനുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചതുപോലെ ഇതുപോലെ കാര്യങ്ങൾ നടത്താവുന്ന ഒരു ആരോഗ്യപരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളല്ല പിണറായി വിജയൻ. അതിന്റെ പ്രതിസന്ധി ബാലഗോപാൽ സഭയിൽ ഇരുന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രതിപക്ഷം എന്ന രൂപത്തിൽ കത്തിക്കാളി മുന്നോട്ട് പോകുന്നതിന് പകരം ആ നിലയിൽ ഒന്നും നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ബാലഗോപാലിന്റെ വാചകങ്ങൾ ഇതായിരുന്നു. സാറേ, LOP പറയേണ്ടതാണ്, എന്തിനാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്? അത് ഞെട്ടിക്കുന്നൊരു പ്രയോഗം തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ പല വലിയ നീക്കങ്ങൾ നടക്കുന്നു. ഷിബു ബേബി ജോൺ കത്തിക്കയറുന്നു, താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ എന്ന മട്ടിലായിരുന്നു ബാലഗോപാലിന്റെ പ്രതികരണം. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ 2 പാർട്ടി കോൺഗ്രസുകൾക്കിടയിൽ കാതലായ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ വിളിക്കുന്നതാണ് പ്ലീനം. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ഒരു പ്ലീനം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ആ പ്ലീനം എന്ന് പറയുന്നത് വിശാല സംസ്ഥാന സമിതി എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു. എന്ന് വെച്ചാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടെ ഇവരുടെ തന്നെ സാമന്തന്മാരെ കൂടെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിപുലമായൊരു സംസ്ഥാന സമിതി എന്നത് ദുരുദ്ദേശത്തിലേക്ക് അത് ചുരുങ്ങുന്നു.
ഒരുപക്ഷെ ചില ഇളക്കി പ്രതിഷ്ഠകൾ മാത്രം ഉണ്ടായേക്കാം. ചില ഇഷ്ടക്കാരെ തൽക്കാലത്തേക്ക് മാറ്റി മറ്റു ചില ഇഷ്ടക്കാരെ തിരികെ കയറ്റിയുള്ള CPM സംസ്ഥാന സമിതിയിലെ ചില ഏറ്റിറക്കങ്ങൾ ഉണ്ടായേക്കാം. സ്ഥാനങ്ങളിലെ കസേരകളിലെ ചില ഏറ്റിറക്കങ്ങൾ മാത്രം ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് ഗൗരവതരമായ എന്തെങ്കിലും ഒരു ചർച്ചയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? അല്ല, പാർട്ടി നമ്മൾ വിചാരിച്ചാലും ഗൗരവമുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് തടയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേതാക്കളുടെ ഇഷ്ടാനുസരിച്ച് പാർട്ടിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അന്തരീക്ഷമുണ്ട് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ചർച്ചകൾ അവർ തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആഹ്വാനം ചെയ്തത്. തുറന്ന ചർച്ച തുടങ്ങിയപ്പോഴാണ് ഈ തുറന്ന ചർച്ച എത്രത്തോളം മാരകമായിട്ടുള്ളൊരു ചർച്ചയായിട്ട് മാറുന്നു എന്ന് നേതാക്കൾക്ക് ബോധ്യമായി. അങ്ങനെയാണ് ചർച്ചയിൽ നിങ്ങൾ സ്വയം കുറ്റം അന്വേഷിച്ചാൽ മതി, നേതാക്കന്മാരുടെ കുറ്റം നിങ്ങൾ അന്വേഷിക്കേണ്ട എന്ന മട്ടിലുള്ള പുതിയ തിരുത്തലുകളൊക്കെ വന്നത്. അപ്പം ആ ഒരു അന്തരീക്ഷം വളരെ ഗൗരവമുള്ള ഒരു ക്രൈസിസിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നത് അടി മുതൽ മുടി വരെയുള്ള എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ അതിനകത്ത് തങ്ങളെയും തങ്ങളുടെ ഇപ്പം ലീഡർഷിപ്പിലുള്ള ആളുകൾക്ക് സ്വയം രക്ഷിക്കാനും പാർട്ടിയുടെ നിയന്ത്രണം നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു രീതി എന്ന നിലയിലാണ് ഈ വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം നോക്കിയാൽ പാർട്ടിയിലെ ഓരോ വിഭാഗം ആളുകൾ രണ്ട് കൂട്ടരും പരസ്പരം ആളുകളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ സമ്മേളനത്തിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ഏരിയ സമ്മേളനങ്ങൾക്കും മുതൽ ജില്ലാ സമ്മേളനവും പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്തിട്ട് എല്ലാ ജില്ലകളിലും ആളുകളെ സെലക്ട് ചെയ്യുന്നതിൽ നേരിട്ട് അദ്ദേഹം പങ്കാളിത്തം വഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ടീമിനെയാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പാർട്ടിയിലെ മറുഭാഗത്തിനുള്ളത്. പ്രയാസമായിരിക്കും. കാരണം 25 കൊല്ലമായിട്ടുള്ളൊരു പാർട്ടി ഘടനയാണ് ഇപ്പോൾ അത് പിണറായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശ്രീകുമാർ, സമയം കഴിഞ്ഞു, പക്ഷേ ചുരുങ്ങി 1 മിനിറ്റിൽ അങ്ങ് പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീകുമാർ, വലതുപക്ഷം തന്നെ പറയുന്നൊരു പരിഹാസമുണ്ട്. അങ്ങ് വളരെ പ്രതീക്ഷയോടെ എന്ന് ഒരർത്ഥത്തിൽ പരിഹാസരൂപേണ പറഞ്ഞ നാളത്തെ സെക്രട്ടേറിയറ്റിനെ പറ്റി. CPM നടത്തിയ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള വലിയ തിരുത്തൽ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ചേർന്നുകൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയെന്ന്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ? നോക്കൂ ശ്രീ വേണു, ഉണ്ടാകുമെന്നുള്ള നാളെ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? CLP ലീഡർ കേട്ടോണ്ടിരിക്കുന്ന എന്തിനാണ് എന്തെങ്കിലും പറയണ്ടേ എന്നൊക്കെ ചോദിച്ചവരൊക്കെ നാളെ സെക്രട്ടേറിയറ്റ് വരുമല്ലോ. അപ്പോൾ അറിയാം കൃത്യമായ കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, ഇവർ പറഞ്ഞാലേ അവർക്ക് വിശ്വാസ്യതയില്ല. കാരണം എന്താ അറിയാമോ? അവരുടെ വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഇനി വിലപ്പോവില്ല. അവരെക്കുറിച്ച് ജനത്തിന് വിശ്വാസമില്ല. അപ്പോൾ അവരെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പാർട്ടിക്ക് ഇപ്പോൾ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് ശ്രീ വേണു, തുടർഭരണം കിട്ടിയിരുന്നെങ്കിൽ ഈ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നോ പാർട്ടിയിൽ? ഇല്ലല്ലോ. അപ്പോൾ തുടർഭരണം കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭരണ പാർട്ടിയായിട്ട് മാറി. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഒരു ഭരണ പാർട്ടിയായിട്ട് മാറുകയും പ്രവർത്തകർ ആ ഭരണ പാർട്ടിയിലെ പ്രതിപക്ഷമായി മാറുകയും ചെയ്തു. അതാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. CPMലെ നേതാക്കൾ ഒരു ഭരണ പാർട്ടിയാകുന്നു, പാർട്ടിയിലെ പ്രവർത്തകരും അനുഭാവികളും പ്രതിപക്ഷ സ്വരത്തിലേക്ക് മാറുന്നു. അങ്ങനെ അവർ തോറ്റുപോയി. പിന്നെ അവർ കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവാണെന്നില്ല. എല്ലാം പിണറായിയുടെ വാഴ്ത്തുപാട്ടായിട്ട് മാറുമായിരുന്നു. അതാണ് സംഭവം, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്താണ് CLP പിന്നെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? കേട്ടുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചില്ലേ? നാളെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയണം, നമ്മുടെ സഭയിലെ നമ്മുടെ പ്രകടനം മെച്ചമല്ല, പ്രതിപക്ഷ നേതാവ് ഒന്ന് മാറിക്കിട്ടണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ട് അവർക്കില്ലല്ലോ. തെരഞ്ഞെടുപ്പിലൂടെയല്ലേ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചത് CPM. അതവരെ ആലോചിക്കണം. അപ്പോൾ അവിടെ ജയിച്ചതാരാ? ഇവർ തന്നെയല്ലേ? ഇവർ തന്നെ നയിക്കുന്നു, ഇവർ തന്നെ തിരുത്തുന്നു, ഇവർ തന്നെ പരസ്പരം പാര വയ്ക്കുന്നു. പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ നിശബ്ദരായി നോക്കി നിൽക്കുന്നു. 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഭരണമാറ്റം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ കുറേ കാലത്തേക്ക് ഇങ്ങനെ തട്ടിയും മുട്ടി കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് പോകും. ജനങ്ങളത് കണ്ടുകൊണ്ടിരിക്കും. ഈ സമിതി തന്നെ വീണ്ടും പാർട്ടിയെ ഭരിക്കുകയും ചെയ്യും. തിരുത്തൽവാദികളുണ്ടെങ്കിൽ അവർ കുഞ്ഞികൃഷ്ണനെ പോലെയോ TK ഗോവിന്ദനെ പോലെയോ ഒക്കെ അവർ പുറത്തേക്ക് പോകും. അത്രേ ഉണ്ടാവുള്ളൂ. ശരി, എന്തായാലും നാളെ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഈ വിഷയങ്ങൾ സ്വാഭാവികമായി വരേണ്ടതാണ്. ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വിപതി ധൈര്യത്തോടെ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ പാർട്ടിക്കകത്തൊരു ചുവട് നീക്കം നടക്കുന്നുണ്ട്. ലെനിൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ പോലെ ഒരു 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ട് എന്ന നിലയിൽ ചിലരെങ്കിലും നീങ്ങുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ലെനിൻ പറഞ്ഞതാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഒരു 2 അടി മുന്നോട്ട് 1 അടി പിന്നോട്ട് കാണുന്നുണ്ട്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ബിഗ് ഡയലോഗ് അവസാനിക്കുന്ന ഉടൻ കാണാം ബിഗ് എഡിറ്റോറിയൽ.